എനിക്ക് നിങ്ങളോട് ഇന്ന് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ആ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്റെ കയ്യിൽ കിട്ടിയ സംഭവമാണ്. എന്റെ ഭഗവാൻ, ഇത് കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. വെൽക്കം ടു അവർ വ്ലോഗ്സ്. ഇന്നുണ്ടല്ലോ എന്റെ പുറത്താണിത്, നല്ല ഇരുട്ടാണ്, നേരം വെളിച്ചാവുന്നുള്ളൂ. ഇന്ന് കുറച്ച് പരിപാടികളുള്ള ഒരു ദിവസമാണ്. ഇന്ന് നമുക്കൊരു മീറ്റപ്പിന് പോകണം, അതായത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മീറ്റപ്പ്. ഇതിൽ കൂടുതൽ അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഫസ്റ്റത്തെ ടൈമാണ് ഞാൻ മീറ്റപ്പിനൊക്കെ പോണത്. അപ്പൊ എന്താ അവിടെ നടക്കണേന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താ സംഭവം അവിടെ നടക്കുക, എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം എന്താന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ ഞാൻ പോണേന്റെ ഒപ്പം ആ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഒരുമിച്ച് കാഴ്ചകൾ കാണാം. നല്ല നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും രാവിലത്തെ ഒരുവിധ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് വേണം പോവാൻ. പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അസോസിയേഷന്റെ, റെസിഡൻസ് അസോസിയേഷന്റെ ഓണം സെലിബ്രേഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ അതും ഇതും ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് 11 മണിയാകുമ്പോൾ നമുക്ക് തൃശ്ശൂർ എത്തണം. അപ്പൊ ഇച്ചിരി നേരത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. അപ്പൊ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ദിവസത്തെ പോലെ ഇന്നും കിച്ചണിൽ തന്നെയാട്ടോ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പൊ രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുട്ടീസ് സെറ്റ് കഴിഞ്ഞാൽ അവരുടെ കാര്യം സെറ്റ് ആക്കി കഴിഞ്ഞാൽ പോവാം. പിന്നെ അപ്പൊ സമാധാനമായിട്ടിരിക്കാം. പിന്നെ നമ്മുടെ ഇവിടെ ഇന്ന് ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് കുട്ടീസ് 3 അതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് ആ 3 ഞങ്ങളുടെ കൂടെ വരണുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാനും ചേട്ടനും മാത്രം പോകണുള്ളൂ. പിന്നെ ഇവിടേക്ക് അച്ഛനും അമ്മയും വരും കേട്ടോ. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ അവരുണ്ടാവും ഇവിടെ. പിന്നെ അപ്പൊ രാവിലെ തന്നെ ചിക്കൻ കറി വെച്ചു. അപ്പൊ ഇതാവുമ്പോൾ ഞാൻ ഇത് മാത്രം വയ്ക്കണുള്ളൂ, വേറെ സ്പെഷ്യൽ വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ അത്തത്തിന്റെ അന്ന് തന്നെ ചിക്കൻ വയ്ക്കണം. എന്താന്ന് വെച്ചാൽ നമ്മളങ്ങനെ വെജിറ്റേറിയൻ മാത്രം വെച്ച് ഇവിടെ ആരും കഴിക്കൂല. അപ്പൊ ഇതാവുമ്പോൾ പിന്നെ എല്ലാവരും കഴിക്കുകയും ചെയ്തോളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ എളുപ്പപ്പണി എന്നുള്ള രീതിയിലും കൂടെ വെച്ചതാട്ടോ. അപ്പൊ കുട്ടീസിനൊക്കെ എനിക്ക് കഴിഞ്ഞപ്പോൾ വേഗം അവരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കണ്ണനെ ഞാനൊന്നും ചെയ്യണ്ട. കണ്ണൻ കണ്ണെല്ലാം റെഡി ആയിക്കോളും. പക്ഷെ അച്ഛനെയും ഗൗരീനെയൊക്കെ ഞാൻ റെഡി ആക്കി കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പൂക്കളെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പൂവൊക്കെ അവരുടെ കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ. കാരണം ഞാനിവിടെ പൂവിടാൻ നിന്ന് എനിക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്തൂല. മൂന്നാളും കൂടെ പൂക്കളം എന്നെ സംബന്ധിച്ചിടത്തോളം പൂക്കളം കേട്ടോ. അങ്ങനെ കുട്ടി ഞങ്ങളെ ഇട്ടേന്നൊക്കെ പറഞ്ഞ് അവര് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം കേട്ടോ. ഓണക്കോടിക്ക് പോകും, അല്ല ഓണക്കോടിയല്ല, ഓണാഘോഷത്തിന് പോകാനായിട്ട്. അങ്ങനെ വേഗം ഞാനും ചേട്ടനും കൂടെ റെഡിയായി. 11 മണിക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോൾ പോവാന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. കാരണം എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേറ്റ് ആവണ്ടല്ലോ. പിന്നെ ഇത് എന്താ സംഭവം എന്ന് നമുക്ക് 2 പേർക്കും വലിയ ഐഡിയ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നേരത്തെ ചെന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള ചിന്തയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 9 മണിക്ക് പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് തന്നെ ദൈവാധീനം കൊണ്ട് 9:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഈ പൂക്കളം നമ്മുടെ ഇട്ടതല്ല കേട്ടോ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പൂക്കളാണ് ഈ കാണുന്നത്. അപ്പൊ നല്ല ഭംഗിയുള്ള പൂക്കളത്തിന് ചുറ്റും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം നമ്മുടെ കാര്യങ്ങൾക്ക് പോവാട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും വന്ന് തുടങ്ങണുള്ളൂ. കാരണം 8:30 9 മണിയല്ലേ ആയിട്ടുള്ളൂ. 10-10:30 ആവും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വേഗം ചെയ്ത് അപ്പൊ ചേച്ചിമാരൊക്കെ ഇവിടെ തിരുവാതിരക്കളിക്കുള്ള റെഡിയാവലും മേക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തിരക്ക് പിടിച്ചുള്ള പോക്കായതുകൊണ്ട് ഞാൻ മാല ഒന്നും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ പൂമ്പ് ഇടാന്ന് വെച്ച് കയ്യിലെടുത്ത് വെച്ച് അവിടെ ചെന്ന്, അവിടെയല്ല, വണ്ടിയിലിരുന്നൊന്ന് ഇടാന്ന് വിചാരിച്ചപ്പോ സിഗ്നൽ വന്നു. അങ്ങനെ സിഗ്നലിന്റെ അവിടെ വെച്ചിട്ടപ്പോ തൊട്ടപ്പുറത്ത് ബൈക്കിൽ ഒരു ചേട്ടൻ നോക്കാണ് ഇതെന്തെന്ന്. റോട്ടിൽ നിന്ന് മാല ഇടുന്ന കണ്ടേ ആരായാലും നോക്കില്ലേ. പക്ഷെ ഞാൻ വേഗം കുറച്ചു നേരം ബാഗിൽ തന്നെ വെച്ച് പിന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാട്ടോ ഇട്ടത്. സത്യത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ നേരം കിട്ടിയില്ല. കാരണം കുട്ടികളുള്ള വീട്ടിലെ പാരന്റ്സിന് അറിയാൻ പറ്റും ഈ 3 പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാരെയൊക്കെ ഒന്ന് രാവിലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒന്ന് റെഡിയാക്കി പോണം എന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. കാരണം ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഓടും. പിന്നെ ഒരു കണക്കിനൊക്കെ ഇതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അങ്ങനെ ഞാൻ കുറച്ചു നേരം മാല അങ്ങനെ തന്നെ വെച്ചേക്കാട്ടോ. കാരണം സിഗ്നൽ മാറാനായിട്ട് ആ ചേട്ടനോടൊന്ന് നോക്കിയോണ്ടേ നിൽക്കരുത്. ഏതാ ചേട്ടൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ തൃശ്ശൂർ ഒല്ലൂരാണ് പോണത്.
സൺഡേ ആയിരുന്നോണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മുടെ കൊരട്ടി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടണം നല്ല പാടായിരിക്കും. പക്ഷെ ഇന്ന് ഒട്ടും ബ്ലോക്കും ഉണ്ടായില്ല. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ റോഡിലധികം വണ്ടികളും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ദേ വേഗം പോവാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേഗം അതിലെ ലൊക്കേഷൻ, നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡിൽ അവിടുത്തെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയത്, പക്ഷെ എന്തോ എന്റെ ഫോണിലത് ആവുണ്ടായില്ല കേട്ടോ. അതെന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ പേരടിച്ച് അങ്ങനെ സെർച്ച് ചെയ്തിട്ടാട്ടോ പോയത്. കാരണം തൃശ്ശൂർ റൗണ്ട് വരെ ഒന്നും എത്തണ്ട, തൃശ്ശൂർ ഒല്ലൂര് അതിന് മുന്നാണ്. അപ്പൊ ചാലക്കുടിയിൽ എന്റെ വീട് സ്വന്തം വീട് ചാലക്കുടിയിലായതുകൊണ്ട് നമുക്ക് അവിടം വരെയുള്ള വഴിയൊന്നും വലിയ സംശയമില്ല. പുതുക്കാട് വരെ ഓക്കെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള വഴി മാത്രമേ സംശയമുള്ളൂ. അപ്പൊ പിന്നെ അങ്ങോട്ട് മാപ്പ് നോക്കി പോയി എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ പോണ വഴിക്കാണ് കേട്ടോ ഈ വാളയൊക്കെ ഇടണത്, കാരണം എനിക്ക് വീട്ടിൽ നിന്ന് നേരം ഉണ്ടായില്ല ഒന്ന് ഇടാനായിട്ട്. അത് തന്നെയാണ് തിരക്ക് പിടിച്ചുള്ള ഓട്ടായാനോണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മറന്നുപോയി സത്യത്തിൽ. പിന്നെ വണ്ടിയിൽ ഇരുന്നപ്പോഴാണ് ഓർത്ത, അയ്യോ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. പിന്നെ പുറത്ത് കയറി ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് പോവാന്ന് വെച്ചാൽ എങ്ങാനും ലേറ്റ് ആയല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല, നേരെ വണ്ടി വിട്ടു തൃശ്ശൂർ ഒല്ലൂർക്ക്. ഈ യാത്രയിലുണ്ടല്ലോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു ലൈഫിൽ നടന്നൊരു കാര്യം കേട്ടോ, വേറെ ഒന്നല്ല. എൻ്റെ അതായത് കണ്ണന് മൂത്ത കുട്ടിക്ക് ഇപ്പൊ 12 വയസ്സ്. അവന് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വീഡിയോസ് ചെയ്യേണ്ട ഒരു കോണ്ടന്റ് ക്രിയേറ്റർ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു കേട്ടോ. അവളുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ, അതായത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പോരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗ്രൂപ്പിലും മെസ്സേജ് ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഐഡിയ ഒക്കെ. അപ്പൊ നമ്മള് ഞാന് എന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, നമുക്ക് അന്ന് ഒരു 10 വർഷം മുന്നെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇത്രയും ഫ്രീ ആയിട്ട് ഫുൾ എന്താ പറയാ നെറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ആകെ 1 GB ആണ് ഒരു മാസത്തേക്കൊക്കെ റീചാർജ് ചെയ്യുന്ന സമയം. പക്ഷെ അന്ന് നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ ഡെയിലി കാണുന്ന ഒരു ശീലമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം വെറുതെ അവളുടെ ഫാമിലി വ്ലോഗിങ് ആണ് ചെയ്യണത്. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. രാവിലെ നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ തന്നെ അവളുടെ വീഡിയോ ഉണ്ടാവും. അപ്പൊ നമ്മൾ കാണും, ചിലതിനൊക്കെ കമന്റ് ഇടും, എല്ലാത്തിനും ഒട്ടുമിക്കതിനും ലൈക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയാ ഈ ഫാമിലി വ്ലോഗിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും ഫസ്റ്റ് മെസ്സേജ്, അപ്പൊ ഈ നമ്പറൊക്കെ പോയിണ്ടായി, ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ എൻ്റെ ഫോൺ നമ്പറൊക്കെ പോയിണ്ടായി. അപ്പൊ നമ്മൾ മെസ്സേജ് ചെയ്തു, എടി ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാനൊക്കെ മെസ്സേജ് ചെയ്തു. പക്ഷെ എനിക്ക് ഒരു റിപ്ലൈ പോലും ഉണ്ടായിരുന്നില്ലാന്നേ. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവളത് കണ്ടിട്ടുണ്ട്, കാരണം എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഇതിന് എനിക്ക് കൺഗ്രാറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് യാതൊരു എന്താ പറയാ വരുന്ന വീഡിയോസിന് ലൈക്കോ കമന്റോ യാതൊന്നുമില്ല കേട്ടോ. എന്തിനാ അങ്ങനെ പറഞ്ഞു തരാണ്ടിരിക്കണേ, അല്ലെങ്കിൽ എന്തിനാ റിപ്ലൈ ചെയ്യാണ്ടിരിക്കണേന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്താ കാര്യം, എന്താ ആവശ്യം, നമുക്കിപ്പോ ഒരാള് നമ്മളോട് കാര്യം സംശയം ചോദിച്ചാൽ പറഞ്ഞു തന്നെ ഇപ്പൊ എന്തിട്ട് കുഴപ്പം. ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. അപ്പൊ എന്താ അതിന്റെ റീസൺ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കൂല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പൊ ഈ ഞാനും ഭവ്യയും തമ്മിൽ യാതൊരു എന്താ പറയാ യാതൊരു അടുപ്പമില്ല. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ കാണാൻ പോകുന്നത് കേട്ടോ. കുറെ കാലമായി ഞാൻ ഭവ്യയുടെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. എല്ലാവരും ഇങ്ങനെ കുറെ ആൾക്കാരുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കുറെ കാണും. അപ്പോ കമന്റ് എല്ലാത്തിനൊന്നും കമന്റ് ചെയ്യാറൊന്നുമില്ല, ചിലതൊക്കെ ലൈക്ക് അടിക്കുക അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഭവ്യനെ വീഡിയോസിലൂടെയുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ എന്റെ പൊന്നു, ശരിക്കും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മളോടൊന്നും സംസാരിക്കണേനൊന്നും യാതൊരു കുഴപ്പമില്ല. ശരിക്കും നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ അവര് ഹസ്ബൻഡും വൈഫും കുട്ടിയൊക്കെ ഒരു എന്താ പറയാ സത്യം പറഞ്ഞൊരു ജാടയൊന്നും ഇല്ല കേട്ടോ, ജാടയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഫംഗ്ഷന് വന്ന ഒരാളെ പോലും മിസ് ചെയ്യാതെ എല്ലാവരോടും ഭവ്യ വർത്താനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഒരു മടിയോ ഒന്നുമില്ല. എല്ലാവരുടെ അടുത്തും നല്ല നല്ല എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു ക്യാരക്ടർ. പിന്നെ ഹസ്ബൻഡും അതെ കേട്ടോ, ഹസ്ബൻഡും ഒരു മടിയൊന്നുമില്ല, നമ്മളോട് നല്ലോണം വർത്താനൊക്കെ പറയും. ഒരു നല്ലൊരു നമ്മൾക്ക് പരിചയമുള്ള ഒരു ചേട്ടനെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ മോൻ എല്ലാവരും നല്ല സൂപ്പർ. പിന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. അതെ ഇവരൊക്കെ ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്, കുറച്ച് പേരൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ വെച്ച് കണ്ടപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്സായി. കുറച്ച് നേരം ഞങ്ങൾക്ക് കിട്ടി വർത്താനം പറയാനൊക്കെ, കാരണം ഫംഗ്ഷൻ തുടങ്ങാൻ ഇച്ചിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് വർത്താനം പറഞ്ഞു. ഇനി വീഡിയോസിലൊക്കെ കൂടുതൽ കാണുമ്പോൾ കൂടുതൽ പരിചയമാവാന്ന് വെച്ചു. കാരണം ആ കിട്ടിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ട്ലി ആയി. പിന്നെ അങ്ങനെ ആ ഫംഗ്ഷൻ തുടങ്ങി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം.
വെൽക്കം ടു ദ കണ്ടന്റ് ക്രിയേറ്റർ മീറ്റപ്പ് 2026. ഇന്നത്തെ മീറ്റപ്പിലേക്ക് ഞാനവിടെ ആദ്യമായിട്ട് എത്തിയപ്പോൾ ഞാൻ ഭയങ്കര പകച്ച നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്ന സമയത്ത് എനിക്കുണ്ടായ അതേ ഒരു എന്താ പറയാ അവസ്ഥയായിരുന്നു കേട്ടോ. അതും അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ തുടങ്ങിയപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയും വരാനുണ്ടായിരുന്നു കുറച്ച് പേരും കൂടെ, കാരണം എല്ലാവരും വന്നേക്കുന്നത് ദൂരെ ദൂരെ സ്ഥലത്തുനിന്നായിരുന്നു. നിങ്ങളൊക്കെ ഓരോരുത്തരെയും ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കുന്നതാണ്, ഉറപ്പാണോ എന്നെ ഫുഡ് ഓർഡർ ചെയ്യുക, വേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത്. അത് കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, ഞാൻ വിളിച്ചവരൊക്കെ വരുമോ? ചോദിക്കും, ഇവരൊക്കെ വരുമോ? നീ വിളിച്ചാൽ വരുമോ? പക്ഷെ അത്രയും സ്നേഹമുള്ള, ഞാൻ പറഞ്ഞില്ലേ, മെജോറിറ്റി ലേഡീസ്, നിങ്ങൾ പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. അതിൽ ഞാൻ ആക്ച്വലി സോ പ്രൗഡാണ് ആക്ച്വലി. ചിലപ്പോ എല്ലാവരും ഇങ്ങനെ കളയത്തില്ലേ വീഡിയോസ് വരുമ്പോ, ചില അവള് ഡാൻസർ അവനെ കാണിക്കാൻ ഇവരെ കാണിക്കാം, അങ്ങനെയൊന്നല്ല. ലേഡീസും സപ്പോർട്ട് ചെയ്യും എന്ന് ഉള്ളതിന് എക്സാമ്പിൾ ആണ് ആക്ച്വലി ഇവിടെ വരുന്നത് നിങ്ങളെല്ലാവരും. അതിലെനിക്ക് ഒത്തിരി. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പിന്നെ ഓരോരോ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ടൈം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എന്താ പറയുക ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. എനിക്കങ്ങനെ മറ്റുള്ളവരോട് അങ്ങനെ സംസാരിക്കാനും മുന്നിട്ട് ചെന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാട്ടോ. അപ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നത് നമ്മുടെ ഈ വ്ളോഗിങ്ങിന് ശേഷമാണ്. അങ്ങനെ എല്ലാവരും കുറച്ച് ഒന്ന് രണ്ട് വേർഡ്സ് സംസാരിച്ചതിൻ്റെ ഒപ്പം ഞാനും സംസാരിച്ചു. മൊത്തത്തിലൊരു കളർഫുള്ളായിട്ടുള്ള നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ബാക്ക് സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തന്നിട്ടുള്ള ഒരാളാണ്. കാരണം സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ എങ്ങനെയാണ് വീഡിയോസ് ഔട്ട്പുട്ട് കൊടുക്കാന്നുള്ളൊരു സ്റ്റക്ക് വന്ന സമയത്ത് എനിക്ക് ഭവ്യ ആക്ച്വലി ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം കാണാൻ പറ്റിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് മീറ്റപ്പിന് വരുന്നത്. അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഈ മീറ്റപ്പിലൂടെ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിന്ന് വിളി വന്നു, അമ്മയെ വരാറായോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അപ്പോൾ ഇതായിരുന്നു ഫുഡ്. നമ്മുടെ നാട്ടിൽ ഇതിന്റെ നാടൻ സദ്യ എന്ന് പറയാം. അതായത് ചിക്കൻ ബീഫ് എല്ലാം, നോണും വെജും എല്ലാം കൂടിയ സംഭവം. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാറുണ്ട് പോവേണ്ടിയാണോ അതോ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോരാട്ടോ. അപ്പൊ ഈ പോരുന്നതിന് മുന്നേ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ. ഇത്ര ആൾക്കാരല്ലായിരുന്നു കേട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചല്ല നിന്നത്, ഓരോ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ പോയി, അപ്പൊ ബാക്കിയുള്ളവർ ഒരുമിച്ച് നിന്നു. അങ്ങനെയാട്ടോ. അങ്ങനെ ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. ഇനി ഇങ്ങനെ ഒരു മീറ്റപ്പ് എന്താ പറയുക ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങണം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. സരയു എന്ന് പറഞ്ഞ ബുട്ടീക്കിന്റെ വക നമ്മുടെ ഭവ്യ തന്നൊരു ഓണം ഗിഫ്റ്റാണ്, ഓണക്കോടിയാണെന്ന് തോന്നുന്നു. അപ്പൊ വീട് എത്ര വരെ ഇത് എന്താണെന്ന് ഒരു ആകാംക്ഷ കാരണം ഞാൻ റോട്ടി വെച്ചത് തുറന്നു നോക്കി. എന്താണെന്നറിയില്ല, കുറച്ച് ക്ഷമ കുറവാണ്. അപ്പൊ ഞാൻ ഈ പോണ പോക്കിലേക്ക് ഭയങ്കര എന്താ പറയുക മനസ്സ് ഫുള്ള് ഹാപ്പി ആട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ ഒരു ഇന്നാളുടെ മോള്, ഇന്നാളുടെ ഭാര്യ, അല്ലെങ്കിൽ ഇന്നാളുടെ അമ്മ എന്ന് പറയുന്നതല്ലാണ്ട് നമ്മുടെ പേരിൽ ഒരാൾ നമ്മളെ തിരിച്ചറിയുന്നത് അതൊരു പ്രത്യേക ഫീലിങ്സ് ആട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അധികം ആൾക്കാർക്കൊന്നും ആ ഒരു ഫീലിങ്സ് മനസ്സിലാവില്ല. കാരണം എല്ലാവരും ഇപ്പൊ വർക്കിംഗ് ആണ്, എല്ലാവരും അവരുടേതായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ടാവും ഇപ്പോഴും ഫാമിലി, വീട് എന്ന് പറഞ്ഞ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർക്കത് മനസ്സിലാവും. നമ്മുടെ സ്വന്തം പേര് പറഞ്ഞ ഒരാൾ അറിഞ്ഞ് നമ്മളെ തിരിച്ചറിയുന്നത് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പൊ ക്ഷമയില്ലാത്ത കാരണം ഞാൻ റോട്ടി വെച്ചതാ ഇത് തുറന്നു നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു മൾക്കോട്ടൻ സാരി ആട്ടോ. അപ്പൊ എനിക്ക് ഈ ഓണത്തിന് നമ്മുടെ എന്താ പറയുക ഫാമിലിയിൽ നിന്ന് നമ്മുടെ ഹസ്ബൻഡും അച്ഛനോ അങ്ങനെയല്ലാണ്ട് പുറത്തുനിന്ന് കിട്ടണ എന്താ പറയാ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഒരുപാട് നന്ദി നമ്മുടെ സരയു ബുട്ടീക്കിനും അതുപോലെ തന്നെ ഭവ്യക്കും. ഒരുപാട് സന്തോഷം, താങ്ക് യു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.